ഹലോ മക്കളെ, അപ്പോൾ ദേ നമ്മുടെ ആസ്ഥാന കോമ്പിനേഷനായ പപ്സും നാരങ്ങാവെള്ളവും. ഹലോ മക്കളെ, ഇതേ കോക്കപ്പനും പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ദേ നാരങ്ങാവെള്ളം സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ 2 നാരങ്ങാവെള്ളം വാങ്ങിച്ചതുകൊണ്ട്. ചേച്ചി ഷാർജ വിത്ത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. എനിക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ തണുപ്പ് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. പപ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജ്യൂസ് വേണോ? അടിപൊളി പപ്സായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി മൊരാന്നുള്ള ചൂട് പപ്സായിരുന്നേ. അതുപോലെ നല്ല അടിപൊളി നാരങ്ങാവെള്ളവും. ഇത് കുടിച്ചത് കായംകുളം സുപ്രീമിൽ നിന്നാണ് കേട്ടോ. കായംകുളത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ പപ്സ് കഴിച്ചുള്ളൊരു കുഴപ്പമില്ല, അതേ കണ്ടല്ലോ എൻ്റെ തലവഴിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ തലേദിവസം എൻ്റെ തൊണ്ടയിലൊരു മുള്ളു കുടുങ്ങിയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആ തൊണ്ടയ്ക്ക് ഇറിറ്റേഷനൊക്കെ തുടങ്ങി, വല്ലാതെ ബോഡി പെയിനൊക്കെ ആയി. ഇന്നായപ്പോഴത്തേക്ക് അത് മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ട് കേട്ടോ. തൊണ്ട പഴുത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു, ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് തുടങ്ങി. തൊണ്ട പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതായിരുന്നു എൻ്റെ നല്ല അടിപൊളി ലാസ്റ്റ് മീലെന്നേ പറയാൻ പറ്റും കേട്ടോ. അതിനുശേഷം പിന്നീട് എല്ലാം ഇങ്ങനെ ചവച്ചരച്ച് ജ്യൂസ് പോലെ കേട്ടോ കുടിച്ചത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഇത് കഴിക്കാൻ തോന്നും കേട്ടോ. പക്ഷേ എൻ്റെ തൊണ്ട വയ്യ.